മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. So closely intertwined. So, my question is, when, if you're talking about a political landscape of Kerala, നമുക്ക് കഴിഞ്ഞ 50 വർഷങ്ങളോളമായിട്ട്, Last question. Yes, we have either the left front or we have the Congress. Do you see, BJP is trying to make inroads into Kerala for sure. Bharatiya Janata Party in Kerala's political future, do you think they will play a role? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, അവർ ഈ വർഗീയതയിൽ നിന്നാലും നടക്കില്ല. കാരണം നമ്മളുടെ രീതി അങ്ങനെയല്ല, നമ്മുടെ ചരിത്രം അതല്ല. നമ്മൾ എല്ലാ സമുദായവും എല്ലാ സമയവും എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് വളർന്ന ഒരു കേരളമാണ്. അതാണ് എൻ്റെ പൂർണ്ണ ജീവിതം കണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛനമ്മയും മലനാടും മലയാളികളായിരുന്നു. പക്ഷേ ബോംബെയിലായാലും കൽക്കറ്റയിലായാലും ഡൽഹിയിലായാലും അവരുടെ സുഹൃത്തുക്കൾ എല്ലാ മതത്തിൻ്റെയും മലയാളികളായിരുന്നു. അതാണ് ഞാൻ ഇവിടെയും കാണുന്നത്. ഞാൻ തിരുവനന്തപുരത്തിൽ എൻ്റെ ഒപ്പം ചിലവർ ദുബായിൽ വന്നു, ചിലവർ സ്വന്തം ചിലവിൽ വന്നു, ചിലവർ എൻ്റെ ഒപ്പം വന്നു. അതിൽ എല്ലാ മതമുണ്ട് ഞങ്ങളുടെ ടീമിൽ. അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. അതാണ് നമ്മളുടെ രീതി, അതാണ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്സ്, നമ്മളുടെ ബിസിനസ് എല്ലാം. അങ്ങനെയാണ് കേരളം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും നോർത്ത് ഇന്ത്യൻകാരോട് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഓണമാണ്. ഓണം ശരി, ഓറിജിനിൽ ഒരു പറയാൻ നമ്മുടെ ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു കഥയായിരുന്നു. പക്ഷെ ആരെങ്കിലും അതൊരു ഹിന്ദു ഫെസ്റ്റിവൽ മാത്രമായി കാണുന്നുണ്ടോ? എൻ്റെ അനുഭവത്തിൽ ഓണം എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. എല്ലാ മതത്തിൻ്റെ ആൾക്കാരും പുതിയ കുപ്പായങ്ങൾ മേടിക്കും, സദ്യ കഴിക്കും, ക്ഷണിക്കും, പോവും, പങ്കെടുക്കും. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ബലം, അതാണ് നമ്മുടെ ശക്തി. അപ്പോൾ അതിനെ അവർ മനസ്സിലാക്കണമെന്നാണ് ആദ്യത്തെ ആവശ്യം. നേരെ മറിച്ച് അവർ വികസനത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചാൽ അതിൽ അവർക്ക് ചില നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷെ അവരുടെ സന്ദേശം എന്തായിരിക്കും അവരെന്നെ തീരുമാനിക്കട്ടെ. ഞാൻ അഥവാ കേരളത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കമ്മ്യൂണലിസം ഹാസ് നോ പ്ലേസ്. വർഗീയതയ്ക്ക് സ്ഥലമില്ല കേരളത്തിൽ. നമുക്ക് രാഷ്ട്രീയത്തിന് കൂടുതൽ സ്ഥലമുണ്ട്. ആ രാഷ്ട്രീയം കുറച്ച് ചുരുക്കണം. മനുഷ്യ അവകാശത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ ആ മനുഷ്യാവകാശം വേറെ മനുഷ്യന്മാരുടെ അവകാശത്തെ എതിരേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഹർത്താൽ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല, പ്രതിഷേധം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ വ്യത്യാസം ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വികസനം നമ്മൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യും, ഏത് ഇമാജിനേഷനോട് ചെയ്യും, ഏത് ധൈര്യത്തോടെ ചെയ്യും, ആരോടൊപ്പം സഹകരിച്ചിട്ട് ചെയ്യും, ബിസിനസ്സുകാരെ നമ്മൾ സ്വീകരിക്കുമോ, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അഥവാ ഞാൻ പറഞ്ഞത്, ഇഫ് യു തിങ്ക് ഇറ്റ് മേക്ക് സെൻസ്, ദാറ്റ് ഈസ് ദ മെസ്സേജ് ഐ എം ലീവിങ് യു വിത്ത്. അൺഫോർച്ചുനേറ്റ്ലി അടുത്ത ചടങ്ങിന് വല്ലാതെ